ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് കരിപ്പെട്ടിയാണ്, പാം ജാഗരി. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ കരിപ്പെട്ടിക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും യൂസ് ചെയ്യാം. ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടി 1/4 കപ്പ് തികച്ചെടുക്കണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ചെടുത്താലും മതി. ഇത് തിളച്ച് നല്ലോണം ഉരുകിയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പാളയംകോടൻ പഴമാണ്. ഒരു പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതാ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇനി നമുക്കിതിലേക്ക് ആദ്യമേ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി അരിച്ച് ചേർക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കുവാണ്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം. 1/2 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ 1/2 കപ്പോളം കരിപ്പെട്ടി ഉരുക്കിയത്. അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റേത്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ അത് കട്ടകളൊക്കെ മാറ്റിയെടുക്കുക. നല്ലോണം ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 3 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിന് ശേഷം എടുത്തേക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ വറുത്തിടാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെയും ഈ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉണ്ണിയപ്പക്കരയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചേക്കുവാണ്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിക്കാം. ഇതിൽ ഇത് എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഇത് 1/4 ഭാഗമേ ഈ കുഴിയിൽ ഇത് ഒഴിക്കാവൂ ബാറ്റർ. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഉണ്ണിയപ്പക്കാരയിൽ നമ്മൾ സ്റ്റൗവിലൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ഈ നടുക്കത്തെ കുഴികളിലുള്ള ഉണ്ണിയപ്പമായിരിക്കും ആദ്യം മൂത്ത് കിട്ടുന്നത്. അപ്പോൾ ആദ്യം അത് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി 5 മുതൽ 7 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം ഇതായിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. പ്രത്യേകിച്ച് നടുക്കത്തെ തന്നെ ആദ്യം കോരി മാറ്റുക.
അതിനുശേഷം ഞാൻ സൈഡിലുള്ളത് ആ നടുക്കത്തെ കുഴിയിലേക്ക് ഇടുവാണ്. അപ്പോൾ അതൊന്നുകൂടെ എളുപ്പത്തിൽ മൂത്ത് കിട്ടും. അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുവാണെങ്കിൽ എല്ലാം ഒരുപോലെയൊക്കെ മൂത്ത് കിട്ടും. സ്റ്റൗവിലാവുമ്പോൾ നമുക്ക് സൈഡിലുള്ളത് കുറച്ച് താമസമുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈം 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയൊക്കെ ആവുള്ളൂ മീഡിയം ഫ്ലെയിമിൽ. ഇനി ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ചുട്ടെടുക്കുവാണ് ഉണ്ണിയപ്പം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഒരു പഴമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് പഴം ചേർത്താൽ ചിലപ്പോൾ എണ്ണ ഒരുപാട് അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ച് അത്ര എണ്ണയേ ആയിട്ടുള്ളൂ, കൂടുതൽ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റി വെക്കുവാണ്. കണ്ടില്ലേ, ആ യൂസ് ചെയ്ത നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ അരിയും ഗോതമ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അരി അരച്ചുണ്ടാക്കുന്ന അതേ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പമാണ്. നിങ്ങൾക്കിതിൽ ഇത് വെച്ചിട്ട് ഗോതമ്പൊടി മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ഈ സെയിം റെസിപ്പിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിൽ നമ്മുടെ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല, എങ്കിലും അതൊന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.